ഇതാണ് നമ്മുടെ ഗോതമ്പ്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമ്മുടെ വീട്ടിലെ പൂക്കളോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അങ്കുവിന് എക്സാം ടൈം ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവനിടയ്ക്ക് ഇങ്ങനെ അവധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവന് സ്കൂളിൽ പോകണ്ട, പക്ഷെ രാഖയ്ക്ക് ഓഫീസിൽ പോകണം. രാവിലെ എഴുന്നേറ്റ് കേട്ടോ, പക്ഷെ മെല്ലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് രാഖയുടെ അത് റെഡിയാക്കുകയാണ്. പിന്നെ പാല് കാച്ചി, അതിനുശേഷം ചായ ഇട്ടു. അങ്ങനെ അവൻ്റെ പാലും കൊടുത്തു, ഞങ്ങളുടെ ചായയൊക്കെ കുടിച്ചു. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരം നടക്കുന്ന പരിപാടികളാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉരുക്കാൻ വെച്ചേക്കാം. ഇവിടെ തണുപ്പ് മാറിയെന്ന് പറഞ്ഞെങ്കിലും വെളിച്ചെണ്ണ ഇതുവരെ ഉരുകി തുടങ്ങുന്ന ഒരു ക്ലൈമറ്റ് ആയിട്ടില്ല. അതിനി 1-2 ആഴ്ചയും കൂടെ പിടിക്കും. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അപ്പോൾ ചെറുതായിട്ട് വെട്ടകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലങ്ങ് ഉരുകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ അങ്ങ് തലയിൽ എണ്ണ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ തണുപ്പ് പ്രമാണിച്ച് ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങനെയൊക്കെ തലയിൽ എണ്ണ തേക്കാറുള്ളൂ കേട്ടോ, അല്ലാതെ പെട്ടെന്ന് അങ്ങ് വിളിച്ചിറങ്ങാറാണ് പതിവ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ ദോശയാണ്. അപ്പോൾ ദാലും കാര്യങ്ങളൊക്കെ തലേദിവസം കുതിർത്ത് വെച്ചിട്ട് രാവിലെയാണ് അരച്ചത്. കാരണം ഇത് പുളിച്ച അത്ര സുഖമില്ല ഈ ദോശ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ റെസിപ്പിയൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഞാനങ്ങ് ചുട്ടെടുക്കുക. കൂടെ തക്കാളി ചട്നിയാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന്. ഞാൻ സിമ്പിൾ തക്കാളി ചട്നി ഞാൻ സാധാരണ അരയ്ക്കാറ്, പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് വിപുലമായി അരയ്ക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് എണ്ണയിൽ നമ്മുടെ ഉഴുന്നുപരിപ്പ് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും വെളുത്തുള്ളിയും സവാളയും കൂടെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത പച്ചമണം മാറ്റിയിട്ട് നമ്മുടെ തക്കാളി, ഒരു വലിയ തക്കാളി കേട്ടോ, അതും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് ഇളക്കിയത്. ഇത്രേ ഇടുന്നുള്ളൂ, കാരണം മുളക് പൊടി ഇടണ്ട, നല്ല പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ആറിയതിന് ശേഷം അരച്ചെടുത്തു. പിന്നെ ഇതെന്താണെന്ന് അറിയാമോ? നമ്മുടെ ബാൽക്കണിയിൽ നിന്ന്, നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മാവാട്ടോ, അത് പൂത്തു തുടങ്ങി. കഴിഞ്ഞ വർഷം ഇതുപോലെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് നോക്കുമായിരുന്നു, പക്ഷേ ഒറ്റ മഴയിൽ അത് കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇനി എന്താണെന്ന് എനിക്കറിയത്തില്ല. അമ്മ കഴിഞ്ഞ പ്രാവശ്യമേ അതിങ്ങനെ ഒടിച്ച് വിട്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം മാങ്ങ പിടിക്കുമായിരുന്നു എന്നൊക്കെ പറയുമെന്ന്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്താകുമോ എന്തോ. എന്തായാലും നമുക്ക് നോക്കാം. അതിൻ്റെ താഴെ തന്നെ നമ്മുടെ വൈറ്റ് പീസ് ഇട്ടതിൻ്റെ ഞാൻ നേരത്തെയും കാണിച്ചിട്ടില്ലേ, അത് പൂത്ത് തന്നെ നിൽക്കുക. അതിൻ്റെ പൂവൊക്കെ മാറി എനിക്കൊന്ന് വരുന്ന ഒരു സ്റ്റേജിലോട്ട് പോകാൻ തോന്നുന്നു. എന്തോന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇതൊക്കെ നോക്കുന്ന ഒരു സന്തോഷമല്ലേ. അങ്ങനെ പുറത്ത് വന്ന് മാവിനെ നോക്കി നിറച്ച് പൂക്കളാട്ടോ, പൂക്കൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുവേ. അപ്പോൾ നമ്മുടെ കണി എന്ന് പറയുന്നത് തന്നെ ഈ മാവൊക്കെ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തോട്ടാണ് നമ്മുടെ പാരിജാതം, നമ്മുടെ പവിഴമല്ലി ചെടി ഇല്ലേ, അത് നിൽക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല കേട്ടോ, ഇടയ്ക്ക് 1-2 ഉള്ളൂ. അതിൻ്റെ സീസൺ എല്ലാം തോന്നുന്നു. ഇപ്പം മരങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുന്ന സമയമല്ലേ, സ്പ്രിങ് ടൈം അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. ഒരുവിധം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എണ്ണ ഉരുക്കാനായിട്ട് അതുകൊണ്ടാണ് വെച്ചത്. പുറത്ത് വെക്കുന്നതിനെക്കാട്ട് അകത്ത് ആ ചൂടിലങ്ങ് ഉരുകി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ശിവരാത്രി കഴിഞ്ഞു, അതുപോലെ തന്നെ കുംഭമേളയും കഴിഞ്ഞു കേട്ടോ. വലിയൊരു ഉത്സവമായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്നല്ല, മൊത്തത്തിൽ ഇന്ത്യ അല്ലേ. പിന്നെ ഇതെന്താ അറിയാവോ? പപ്പായ. നമ്മുടെ അങ്കു രാവിലെ ഒന്ന് റൗണ്ട് അടിക്കാൻ പോയി ടൗൺഷിപ്പ്. അവിടുന്ന് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് അവിടുന്ന് പറിച്ചോണ്ട് വന്നതാ. പച്ചപ്പപ്പായാന്ന് തോന്നുന്നു, ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പഴിപ്പിക്കാൻ വെക്കുന്നില്ല, നമുക്കിന്നൊരു തോരൻ പോലെ കാണാൻ വെച്ചിട്ട്. അങ്ങനെ ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. സംഭവം മുറിച്ചപ്പോൾ ചെറിയൊരു മഞ്ഞ കളറുണ്ട്, കുരുവൊക്കെ ഉള്ളത് തന്നെയാണ്. എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് കറ ഇങ്ങനെ വന്നു, കാരണം അത്ര കറ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയിൽ കുറച്ച് പച്ചമുളകും മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് തോരനാക്കി എടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തിടാൻ എടുക്കാമെന്ന് വെച്ചിട്ട് കറിവേപ്പില വെച്ചാൽ വന്നേ കേട്ടോ. ഇപ്പോൾ ശരിക്കും കറിവേപ്പൊക്കെ ഇവരെ ഒടിച്ചു വിടുന്ന സമയം, അത് പൊട്ടി കിളിച്ച് വരുന്ന ഒരു ടൈമാണ്. നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന 2 നിറച്ച് മഞ്ഞിച്ച് പോയി, അങ്ങനെയാണ് ഈ സമയത്ത്. ഇനി അത് നന്നായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പം പൊടിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. ആവശ്യത്തിന് നമുക്ക് വന്ന് പൊട്ടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് കിളന്ത് നല്ല കറിവേപ്പ് നോക്കി. നമുക്കിപ്പോൾ തൽക്കാലം ഞാൻ സാമ്പാറും തോരനും വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കടു വറുത്തിടാൻ കുറേ നാളായിട്ടോ ഞാൻ കറിവേപ്പില ഇങ്ങനെ പൊട്ടിച്ചിട്ട്. ഈ മഞ്ഞ കളർ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൊട്ടിക്കാൻ തോന്നില്ലായിരുന്നു. അപ്പോൾ ഇത് തളിരെല്ലാം ഇങ്ങനെ വന്ന് നിന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ തോരൻ്റെ അരപ്പിട്ടിട്ട് പപ്പായ ഞാൻ നമ്മുടെ മിക്സിയിലിട്ടൊന്ന് ഇടറിന്ന് അതായത് തിരിച്ചൊന്ന് കറക്കുക കേട്ടോ, നേരെ ആക്കാതെ. അപ്പോൾ ഈ രീതിയിൽ കിട്ടും, നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണ്ട. എന്നിട്ട് വറുത്ത് കടുകും നമ്മുടെ വറ്റൽമുളകും കൂടി എടുത്തിട്ട് അതിനകത്ത് കറിവേപ്പില ഞാൻ നമ്മുടെ ഈ പപ്പായയും അരപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ടിരുന്നേ. അത് ഈ എണ്ണയിലോട്ട് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പയറാട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ചെറുപയർ, നമ്മുടെ പച്ച ചെറുപയറുണ്ടല്ലോ, അതൊന്ന് വേവിച്ചുപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നേ. അപ്പം പപ്പായയിലും കുറച്ച് ഉപ്പിട്ട് തിരുമിയാണ് ഞാൻ ഒന്ന് വഴറ്റിയെടുത്തത്. അതിലേക്ക് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് തുറന്നിട്ട് തന്നെ ഒരു
ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇളക്കിയത്. കാരണം ഒരുപാട് വേഗമൊന്നും ഇല്ലല്ലോ, ആ വെള്ളം ഒന്ന് വറ്റിയിട്ടെടുക്കുക, അതിൻ്റെ ഗുണവും അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാറിന് ഞാൻ എല്ലാം കൂടെ കലക്കി വെച്ചിട്ട് പുളിവെള്ളത്തിലും നമ്മുടെ മസാലകളും എല്ലാം കൂടെ ചേർത്തങ്ങ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ആവശ്യത്തിനൊക്കെ ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കൊടുത്ത് ഫ്ലെയിമൊക്കെ മാറി, അതായത് നമ്മുടെ ആവിയൊക്കെ മാറിയിട്ട് തുറന്നു നോക്കി വറുത്തിട്ടെടുത്തു. സാമ്പാറും റെഡി. നമ്മുടെ ലഞ്ച് സിമ്പിളായിട്ടൊരു സാമ്പാർ പുളി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ തോരൻ, അമ്മ ഇട്ട് വെച്ചിട്ട് പോയ നമ്മുടെ നെല്ലിക്ക അച്ചാർ. അത് നല്ല കറുത്ത കളറായി കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നെല്ലിക്കാന്ന് പോലും അറിയുന്നില്ല, എന്തോരം ടേസ്റ്റ്, വേറൊരു ടേസ്റ്റായി ഇപ്പോൾ അതിന്. അപ്പോൾ അതും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ലഞ്ച് ഇതാണ്. ഇനി കുറേശ്ശെ തേങ്ങയൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം, കാരണം ആ ഒരു മെഴുക്കൊക്കെ മാറി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വെയിൽ കണ്ടിട്ട് തുണി രാവിലെ തന്നെ അങ്ങ് നനച്ച് വിരിച്ച്, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമല്ലേ. തുണി കൂടി കിടക്കുന്നേണ്ട ആ ദിവസം പോവും. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് എന്ത് ശാന്തമായിട്ടാ, എന്തോരം പൂക്കൾ. ഞാൻ പറഞ്ഞ കളറിൽ വെറൈറ്റി പൂക്കൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആദ്യം ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത്. So guys, this is our lemon tea recipe. Full recipe will be down in the description or in the comments. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങയുടെ ഇലയാട്ടോ. അപ്പോൾ ഇവൻ രാവിലെ ഒന്ന് കറങ്ങാൻ പോയെന്ന് പറഞ്ഞല്ലോ നമ്മുടെ അങ്കു. ആ സമയത്ത് കുറച്ച് നാരങ്ങയുടെ ഇലയും കൂടെ ഒക്കെ പറിച്ചുകൊണ്ട് വന്നു. അവന് ലെമൺ ടീ ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചു. അവൻ തന്നെ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ട് ഞാൻ അടച്ചു വിട്ടു, ഫ്ലേവർ പോകാതിരിക്കാൻ. അത് റെഡി ആയിട്ടുണ്ട്. ഇതെന്തോ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നോ എന്തൊക്കെയോ പറഞ്ഞ് അവൻ തന്നെ ചെയ്യുന്നതാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല, ആദ്യമായിട്ടാ. ഒരുവിധം ആരീനെ അത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ ഇല ഉണ്ടോ. ഞാനും ഗൂഗിളിലൊക്കെ നോക്കി. ഇപ്പം മോരിലൊക്കെ നമുക്കിങ്ങനെ ഇത് ഇട്ട് കുടിക്കാന്നാ പറയുന്നത്. നിന്റെ ലെമൺ ടീ. പഞ്ചസാരയോ? പഞ്ചസാരയൊന്നും ഇട്ടുകൂടെ ഇതിനകത്ത്? എനിക്കറിയത്തില്ല പഞ്ചസാര ഇടാൻ പറ്റുമോ എന്നൊന്നും. നാരങ്ങ വെള്ളത്തിനകത്ത് പഞ്ചസാര ഇടുവോ? നാരങ്ങ വെള്ളത്തിനകത്ത് പഞ്ചസാരയൊക്കെ ഇടും, പക്ഷെ ഇതിനകത്ത് എനിക്ക് അറിയത്തില്ല. അതിനകത്ത് അവന് പഞ്ചസാര ഇടണമെന്നാ പറഞ്ഞേ. എനിക്കറിയത്തില്ല പഞ്ചസാര ഇട്ടോന്ന് കുടിക്കാവുന്നൊക്കെ. അവൻ പറയുന്നത് നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇടാമെങ്കിൽ പിന്നെ ഇതിനെന്തായിട്ട് എന്തെങ്കിലും ചേട്ടെന്ന് വെച്ചത് അവൻ്റെ അത് കുടിക്കുക. പിന്നെ ഇതെന്താണെന്നറിയാമോ, നമ്മുടെ കലണ്ടർ ഇപ്പോഴാണ് നമ്മൾ വാങ്ങിച്ചത്. ഈ വർഷത്തെ ഉദ്ഘാടനം നേരെയാക്ക്. മാതൃഭൂമി കലണ്ടർ. അത് ചുരുണ്ട് തന്നെ ഇരിക്കാതെ തനിയെ നിവർന്ന് വന്നോളൂ എന്നൊരാക്കെ പറയുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. അല്ലാതെ ഇതെങ്ങനെയാ നിവർത്തേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. ചുരുണ്ട് തന്നെ തന്നെയോ? തനിയെ നിവർന്നു. ഇതിപ്പോ എങ്ങനെ നിവർന്നു? നാളെ രാവിലെ തനിയെ തൂങ്ങി വന്നോളൂ. ഹഫദേ, നമ്മുടെ 2025 കലണ്ടർ 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ വാങ്ങിച്ചു, ഡിസംബറിലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വന്നു മാതൃഭൂമി കലണ്ടർ. കഴിഞ്ഞ പ്രാവശ്യം മലയാള മനോരമയായിരുന്നു. തലേദിവസം രാവിലെ ആയിരുന്നു കേട്ടോ ഇത് ഒട്ടിച്ചിട്ടത്. രാക്കെ പറഞ്ഞാൽ ശരിയാ, രാവിലെ ആയപ്പോൾ നന്നായിട്ട് നീവർന്ന് വന്നു. അപ്പം നമ്മുടെ കിളികളൊക്കെ നമ്മുടെ ജനലിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്പ്രിംഗ് ടൈം ആയല്ലോ, തണുപ്പൊക്കെ മാറിയപ്പോൾ അതിനും സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പരീക്ഷക്കാരൻ ആ ബുക്ക് വെച്ച് ഉറങ്ങിപ്പോയി. അവന് വേറൊരു കാര്യത്തിനും ഉറക്കമില്ല. ബുക്ക് അങ്ങോട്ട് കൊടുത്താലേ അവൻ ഉറങ്ങും, അല്ലെങ്കിൽ നമ്മൾ എത്ര ഉറങ്ങാൻ പറഞ്ഞാലും ഉറങ്ങാത്തവനാ. അപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്കും വിഷമം, വിളിക്കാൻ തോന്നുന്നില്ല. കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാക്കെ ഓഫീസിൽ നിന്ന് വന്ന് ജിമ്മിലോട്ട് പോകാനും നിൽക്കുവാണ്. അപ്പോൾ ഡിയേഴ്സ്, ഇതെന്താണെന്നറിയാമോ, നമ്മുടെ തൊട്ട് മുറ്റത്തുള്ള ഗോതമ്പ് പാടം കേട്ടോ. ഞാനതൊന്ന് കാണിച്ചു തരാവേ. ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, നമുക്ക് ചുറ്റും എന്തൊക്കെ കൃഷിയുണ്ടോ അത് ഞാൻ ഓരോ ഘട്ടമായിട്ട് മെല്ലെ മെല്ലെ കാണിച്ചു തരാമെന്ന്. കാരണം നമുക്കത് ഒത്തിരി സന്തോഷം തന്നെ കേട്ടോ. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നമ്മൾ അറിയുമ്പോൾ തന്നെ ഒത്തിരി നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ആദ്യം പോകുന്ന ഗോതമ്പ് പാടത്തേക്കാട്ടോ. ഇതാണ് ഇവിടുത്തെ ഗോതമ്പ് പാടം. അപ്പം അത് വിളഞ്ഞിട്ടൊന്നുമില്ല, പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ ഗോതമ്പ്. അതിൻ്റെ എന്താ പറയുക, ഗോതമ്പ് മണികൾ. അത് വിളയുമ്പോൾ ഗോൾഡൻ കളറാവും. അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഗോതമ്പിൻ്റെ കളറ്. ഇങ്ങനെ പാടം ഇങ്ങനെ അങ്ങ് കിടക്കുകയാണേ. അവിടെ എനിക്ക് തോന്നുന്നു എന്തോ കൊയ്തിട്ടിട്ട് ബാക്കി ഉണങ്ങി കിടക്കുന്നത്, അത് കത്തിച്ച് കളയാൻ വേണ്ടിയാ. നിറച്ച് ഗോതമ്പാ. വേറൊരു സൈസിൽ ഒരു ഗോതമ്പും ഉണ്ട്.
എക്സാമ്പിൾ ഇവിടെ എന്തോ ഉണങ്ങിയിരിക്കുന്ന ഗോതമ്പ്. ഉണങ്ങിയതല്ല മോനെ, അത് വെട്ടിയതാ. ഉണങ്ങുവാണെങ്കിൽ അത് ഈ കളർ മാറിയിട്ട് ഗോൾഡൻ കളറാവും. ഇതിപ്പോ പച്ചയായിട്ടിരിക്കുമല്ലേ. ഇപ്പൊ 2 ടൈപ്പിലെ ഗോതമ്പുണ്ട്. ഇത് ഒരു ടൈപ്പിലും ഇത് വേറൊരു ടൈപ്പിലും. കണ്ടോ, ഇതിന് വേറെ ഒരു വ്യത്യാസം കണ്ടോ. കീടമൊക്കെ വന്നിരിപ്പുണ്ട്. കീടം ഉണ്ട് ഇതിനകത്തിരിക്കുന്നത്. അപ്പോൾ അതെ, ഇത് വേറൊരു ടൈപ്പിലെ ഗോതമ്പാട്ടോ. അതിന് കുറച്ചും കൂടെ ഒക്കെ മുടി കൂടുതലുള്ളയാ. ഇങ്ങനെ കിടക്കുക. ഇതിനാണെങ്കിൽ ഇതേ മുടി കുറവാ. കണ്ടോ, അതാണ് വ്യത്യാസം. അങ്ങോട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഒരാക്കെ അവിടെ കിടക്കുക. നമുക്ക് പോവാം അങ്ങോട്ട്. അപ്പൊ ഇത് കണ്ണെത്താ ദൂരത്ത് നമ്മുടെ ഗോതമ്പ് ആണെങ്കിൽ ഇപ്പുറത്ത് കടുക് കേട്ടോ. കടുക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഒരു വ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് നിറച്ച് പൂവൊക്കെ പിടിച്ച് നിൽക്കുന്ന കടുകല്ലായിരുന്നോ. ഇത് പൂവെല്ലാം പൊഴിഞ്ഞു പോയിട്ട് കാ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. കണ്ടോ, കാ മാത്രമുള്ള കടുക്. ഇതിന് 1 മാസം കൊണ്ട് ഇത് കൊയ്തെടുക്കും അവർ. കാരണം അതിൻ്റെ സീസൺ ആവാറായി. നമ്മുടെ കടുക് ഇതിന് ബ്രൗൺ നിറത്തിൽ കംപ്ലീറ്റ് അങ്ങ് ചാഞ്ഞു പോവും. അങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അത് പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ട് അവർ തല്ലിയെടുക്കും. ഇതിനിടയ്ക്ക് ഇതേ കളയെന്ന് പറയുന്ന സംഭവം കണ്ടോ, എന്താ വെച്ചാൽ ചീര പോലെ. അത് അപ്പുറത്ത് ഒത്തിരി നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ടൊക്കെ ഗോതമ്പും ആളുകളൊക്കെ അങ്ങനെ നിൽപ്പുണ്ട്. ദേ ഇത് കുറച്ചും കൂടെ വിളഞ്ഞതാട്ടോ. ദേ കുറച്ചും കൂടെ ഒന്ന് കണ്ടോ, പാകമായി. മൂത്തെന്ന് പറയാം. മൂത്തത്തില്ല, കുറച്ചും കൂടെ ഒന്ന് വലുതാ. കുറച്ചും കൂടെ എൽഡർ സിസ്റ്റർ. സൂക്ഷിച്ചു വരണേ, സൂക്ഷിച്ചു വരണേ. ചാണകമായി ചാണകവേ. നമസ്തേ. ഹലോ ഹലോ हेलो 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 बाय करते कहाँ से हो आप? यहाँ पे कोई रिश्तेदार है वैसे. हाय करते बेटी. हेलो हेलो बोल 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 बोल. हेलो स्माइल. താങ്ക് യു ജി. അപ്പോൾ അതേ കുഞ്ഞു മോളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിയേഴ്സ്, നമ്മുടെ കടുക് പാടത്തിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ദേ പൂക്കളൊക്കെ പോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൂക്കളോടുകൂടിയല്ലേ കാണിച്ചേ. ഈ പ്രാവശ്യം പൂക്കളൊക്കെ മാറിയിട്ട് അതെ കായും കാണിച്ചായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം ഇതെല്ലാം ഈ സൈഡിൽ കടുകും ഈ സൈഡിൽ ഗോതമ്പും 2 ടൈപ്പില്ലേ. നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. എന്താ ദേഷ്യം? കാര്യം കാണിച്ചത് ദേഷ്യമല്ല, നമ്മൾ ബാക്കിലോട്ട് നിന്നാലേ കുഞ്ഞിനെ കാണാൻ പറ്റൂ. ഇങ്ങനെ ആക്കുമ്പോഴേ ചൊറിയൂടാ മോനെ. അല്ല, ഇങ്ങനെ ആക്കുമ്പോഴൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെ ആക്കുമ്പോഴ കുത്തി കയറുന്നു. ബാർബാണ്, ബാർബ്. So guys, today I have a little experiment to show you guys. So when you take a wheat and you rub it against your hand like this in the way of the spines, it doesn't really feel like anything. അപ്പൊ അങ്കൂനും കുറച്ച് പറയണമെന്ന് പറഞ്ഞ അവനെ കൊണ്ടത് പറയിച്ച കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. എന്ത് ഭംഗിയാന്നേ. ആ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഓൾമോസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയതേ. ഇത് പിന്നെ പഴുക്കുമ്പോൾ ഒരു എന്താ പറയുക വ്യൂ ഉണ്ട്. അതൊക്കെ മെല്ലെ ഞാൻ ഇട്ടുതരാം കേട്ടോ. ഇവിടുത്തെ മണ്ണ് കണ്ടോ, ക്ലേയുടെ അംശമാണ് കൂടുതലും. ഇവിടുത്തെ മണ്ണ് കണ്ടോ, പൊതമണ്ണാ, പൊതയുന്ന മണ്ണാ. മണ്ണ് വ്യത്യാസമുണ്ട്. ഇവിടെ കുറേ കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു ഫിനിഷിങ് അത്ര കിട്ടത്തില്ല. പിന്നെ അതേ കുറേ ചീരകൾ നിൽക്കുന്നുണ്ടോ. നമ്മുടെ കുപ്പച്ചീര പോലെ ഏതോ സൈസിലെ
ചീരകൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരുപാട് കളയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഹൈവേയിൽ തന്നെയാണ് എത്തിയത്. നമ്മുടെ വഴിയിൽ നമ്മൾ ഇതിലേക്കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ സ്ഥലത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇതൊക്കെ കണ്ടോ, ഈ ചീര ഇവർ കറിവൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഇത് നമ്മുടെ ജ്യോതി പറഞ്ഞിട്ടുണ്ട്. ഈ ലോക്കൽസിനൊക്കെ ഇത് കണ്ടാൽ അറിയാം. നമ്മുടെ നാട്ടിലായാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ, കറി വെച്ചാൽ കൊള്ളാവോ. അതുപോലെ ഇവിടെ ഉള്ളവർക്കും അതറിയാം. അതനുസരിച്ച് അവർ കൊണ്ടുപോയി വെക്കും. ഇനി നമുക്കിവിടെ തൊട്ടടുത്ത് വലിയൊരു ശിവന്റെ ഒരു പ്രതിമയുണ്ടെന്നേ. അപ്പം നമ്മുടെ ശിവരാത്രിയൊക്കെ അല്ലായിരുന്നോ, കയറിക്കോ. കാല് തട്ടിയിട്ട് കയറുമ്പോൾ നല്ല പൊടിയുള്ള മണ്ണ, അകത്ത് ഫുള്ള് പൊടിയാവും, അല്ലെങ്കിൽ നല്ല പൊടിയുണ്ട്. ആ, കാല് തട്ടി കയറാൻ ഞാൻ പറഞ്ഞ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശിവരാത്രി പ്രമാണിച്ച് എന്തായാലും ഇതും കൂടെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. കുംഭമേള കഴിഞ്ഞിട്ട് വന്നൊരു വണ്ടിയായത് കേട്ടോ, അവിടെ ഇട്ടേക്കുന്നുണ്ടോ. ഈ കുംഭമേളയ്ക്ക് ഇവർ പോകുമ്പോൾ ഓരോ ഇങ്ങനെ അമ്പലങ്ങളിൽ ഇങ്ങനെ പ്രതിഷ്ഠകളിൽ ഇങ്ങനെ കയറിയിട്ടാണ് പോകുന്നത്. വലിയൊരു മരം, ഇതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചറാട്ടോ. ഇത്രയും വലിയൊരു ശിവനാണ്. അത് നേരിട്ട് കാണുമ്പോൾ ഒത്തിരി വലുത്. നമുക്ക് ഇങ്ങനെ പൊങ്ങി നോക്കണേ, ഒരു ശൂലമൊക്കെ പിടിച്ച്. താഴെ വേറെയും വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ ഓപ്പണായിട്ട് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കും കേട്ടോ, ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും. ശിവരാത്രിയുടെ അന്ന് ഇവിടെ വരുവാണെങ്കിൽ ഒത്തിരി വലിയ രീതിയിൽ കാണാം. മുകളിൽ ഫ്ലൈറ്റ് പോകുന്നതും കാണാം. അപ്പോൾ ഇതിന് ചുറ്റും വേറെ വീടോ ഗ്രാമങ്ങളോ ഒന്നുമില്ല. അതിന് ബാക്കിലോട്ട് ചെറിയ പാർക്ക് പോലെയും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഇതൊരു കാടാണ് കേട്ടോ, ഇടയ്ക്ക് വരുന്ന ഒരു കാട്. ഇപ്പോഴാണ് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയത്. ഞങ്ങൾ വന്ന സമയത്ത് ശരിക്കും ഒരു കാടായിരുന്നു. ഇവിടെ പിടിച്ചു പോയി നമ്മുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് തട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ മാറിയത്. പണ്ടത്തെ ഇതൊക്കെയാണ്. ഇപ്പോൾ ഒത്തിരി ഡെവലപ്ഡ് ആയില്ലേ. പണ്ട് കാലത്തെ ഒരു ചമ്പൽക്കാട് എന്ന് പറയുന്ന പോലെ ഒരു കുട്ടി ചമ്പൽക്കാടായിരുന്നു ഇവിടുത്തെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ദേ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു മന്ദിരം, അതായത് ഒരു മന്ദിരം എന്ന് ഇവർ പറയും. അത് ശരിക്കും നമ്മുടെ ദൈവത്തിനെ പൂജിക്കുന്ന മന്ദിരമല്ല. ഇവിടെ മരിച്ച ആൾക്കാരുടെ ലാൻഡില്ലേ, ആ ലാൻഡിൻ്റെ ഓണേഴ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കെട്ടുന്നതാണ്. അവിടെ വേറെ കുഴിച്ചൊന്നും കാര്യങ്ങളൊന്നും ഇടത്തില്ല ഇവർ ജസ്റ്റ് അതൊരു എന്താ പറയുക, ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ മന്ദിരം പോലെ ഇങ്ങനെ കെട്ടിയിടും. അവിടെ പ്രാർത്ഥനയും കാര്യമൊന്നുമില്ല. പ്രാർത്ഥനയും കാര്യമൊക്കെ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ബാക്കിൽ കണ്ടോ ക്ലബ്ബുകൾ പോലെ ഇവർ ഭയങ്കര സ്പോർട്സിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഹരിയാനക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറത്തോട്ടാണ് ഇനി കാട് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ജൽഘർ എന്ന് പറഞ്ഞ് ഒത്തിരി വെള്ളം ഇങ്ങനെ എന്താ പറയുക സംഭരിച്ചിട്ടേക്കും, നമുക്ക് കുടിവെള്ളത്തിന് പറ്റുന്ന പോകുന്ന രീതിയിലൊക്കെ അങ്ങനെയുള്ള എന്തോ ഗവൺമെൻറ്റിന് തന്നെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഇതിന് അപ്പുറത്തോട്ട് നമ്മുടെ ഇവിടുത്തെ മിൽമ പോലെ ഇവിടുത്തെ വീറ്റ എന്ന് പറയും, ഈ പാലിൻ്റെ യൂണിറ്റ് ഉണ്ടല്ലോ, അത് പക്ഷേ പൂട്ടിപ്പോയി കേട്ടോ. ഇവിടെ ഈ എല്ലാവരും വീടുകളിൽ നിന്ന് പാല് വാങ്ങിക്കുന്നതുകൊണ്ട് കവർ പാലിന് വലിയ ഡിമാൻഡ് ഇല്ല. അല്ലെങ്കിൽ മദർ ഡയറി അമൂലൊക്കെ കൂടുതലും ബാക്കി വന്നവരും വാങ്ങിക്കുന്നത്. ഇപ്പം നമ്മളെ പോലുള്ളവരൊക്കെ അതല്ലേ കൂടുതൽ. ഇവിടുത്തെ പാല് ഒരുപാട് കട്ടിയാണ് അവരുടെ. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വീറ്റ, നമുക്ക് പറ്റത്തില്ല, അത്രയ്ക്ക് കട്ടിക്കാം. അപ്പോൾ ഇതൊക്കെയാ കാടുകൾ കേട്ടോ. ഇവിടുത്തെ കീക്കട് എന്ന് പറയും ഈ മരങ്ങൾക്കെല്ലാം. ഷ്രബ്സ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ ചില ഫോറസ്റ്റുകൾ, അതുപോലെ ഇങ്ങനെ കുറ്റിച്ചെടികൾ ഇങ്ങനെ നിൽക്കുന്ന ഫോറസ്റ്റ് ഇത്. ശരിക്കും കീക്കട് എന്ന് പറഞ്ഞ മരം രണ്ട് സ്ഥലത്തും കുറേ കുരങ്ങന്മാരുണ്ട്. പിന്നെ ഇത് നമ്മുടെ തടാകമാണ്. ഇത് നാച്ചുറലി വന്ന തടാകവ, ഉണ്ടാക്കിയതൊന്നുമല്ല. എൻ്റെ നടുക്ക് എന്തോ ഒരു കോട്ട പോലൊക്കെ കെട്ടിയിട്ടുണ്ട്. പണ്ടെന്തോ രാജാക്കന്മാരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ സുൽത്താൻപൂർ ബേർഡ് സാങ്ച്വറി, പക്ഷി സങ്കേതം ഉണ്ട്. അപ്പോൾ കുറേ ദേശാടന പക്ഷികൾ പല തരത്തിലുള്ളത് വരും. നമ്മുടെ എവിടെയും വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇരിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു കാടും തടാകവും ഒക്കെ ഉള്ള. പിന്നെ ഇവിടെ ആല് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ഗ്രാമം തുടങ്ങി എന്ന അർത്ഥം. കാരണം ഈ ഒരു ഗ്രാമത്തിൽ, എല്ലാ ഗ്രാമത്തിലും ഇവിടെ ഏതെങ്കിലും ഒരു പേരാലോ അരയാലോ എന്തെങ്കിലും അവരിങ്ങനെ നട്ട് വളർത്തും കേട്ടോ. പിന്നെ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പാണ് മെയിനായിട്ടും. ഗോതമ്പും കടുക് ഇപ്പോൾ വിളവെടുക്കാറൊക്കെ ആയി ഈ ഒരു സമയത്ത് പിടിക്കുന്നത്. പിന്നെ ഇതിവിടുത്തെ കനാലാണ് വെള്ളം പോകുന്നത്. ഇപ്പം ശരിക്കും വെള്ളമില്ല. വെള്ളമുള്ള സമയത്ത് നിറച്ച് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോയി. ഇപ്പോൾ ശരിക്കും അത് വറ്റി കിടക്കും. അത് തുറന്നേതോ എനിക്കൊന്ന് സത്ലജ് നദിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിലേക്കൂടെ പോകുന്നത് കേട്ടോ. പഞ്ചാബിനും ഹരിയാനയ്ക്കും നമ്മുടെ സത്ലജ് നദിയിലെ വെള്ളമാണ്. നമ്മുടെ അവിടെയൊക്കെ സത്ലജിൻ്റെ വെള്ളമാണ് വരുന്നത്. അപ്പോൾ ഇതുവഴി കനാൽ വഴി വരും. തുറന്നിടുന്ന സമയമുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വറ്റിക്കിടക്കുക. പക്ഷെ എനിക്കൊന്ന് ഈ ഒരാഴ്ച എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, അതിനൊരു ദിവസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതും ഒരു അമ്പലമാണ്, മന്ദിർ എന്ന് ഇവിടെ പറയും. നമ്മൾ ആരാധിക്കുന്ന അമ്പലം തന്നെയാണ് കേട്ടോ. ശിവന്റെ തന്നെയാണ്. നൗഗാവ് എന്ന് പറയും, നമ്മുടെ തൊട്ടടുത്ത ഒരു അമ്പലമാണ്. അപ്പോൾ ഞാനിവിടെ 2-3 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.